നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പിന്നെന്താ, രാവിലെ എഴുന്നേറ്റു, താമസിച്ചിട്ടാണ് എഴുന്നേറ്റത്. അവധി ദിവസം എല്ലാവർക്കും പോകണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ലേറ്റായി. തൊണ്ടയ്ക്കൊക്കെ നല്ല പ്രോബ്ലം ഉണ്ട് കേട്ടോ, നല്ല തൊണ്ടവേദനയും അതുപോലെ തന്നെ തുമ്മലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയാണ്. ഇഡലി ഉണ്ടാക്കണം. ഇഡലിയും പിന്നെ അതിന് നമുക്ക് സാമ്പാറും ചമ്മന്തിയൊക്കെ വേണം. ഇവിടെ നമ്മളെല്ലാവരും അങ്ങനെയാണ് കേട്ടോ, ഓരോ കറി തന്നെയായിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല. സാമ്പാറും ചമ്മന്തി ഉണ്ടാക്കും. ഏതെങ്കിലും 2 കറി കാണും, അല്ലെങ്കിൽ ചമ്മന്തി, മുളക് ചമ്മന്തി അങ്ങനെയൊക്കെ കാണും കേട്ടോ. അങ്ങനെ ഇഡലിയൊക്കെ ആദ്യത്തെ ഒരു ട്രിപ്പായിട്ടുണ്ട്. പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, മുട്ടയും ഇവിടെ മസ്റ്റാണ്. പിന്നെ ഒരു കുട്ടി സാമ്പാർ വെക്കണം. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, ഈ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കണം. അങ്ങനെ സാമ്പാറും റെഡിയായി, അതുപോലെ തന്നെ ചമ്മന്തിയും റെഡിയായി. നമ്മുടെ ഉച്ചക്കത്തേനുള്ള നമ്മുടെ ലഞ്ചിൻ്റെ വിഭവം എന്ന് പറയുന്നത് ഇന്നൊരു പപ്പടം കൊണ്ടൊരു തോരനുണ്ടാക്കിയേക്കാന്ന് വെച്ചു. അങ്ങനെ ഇവിടെ അങ്ങനെ വെക്കാറില്ല, അപ്പോൾ ഇന്ന് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഒരു പപ്പടത്തോരനൊക്കെ വെച്ചു. കുറച്ചുകൂടി സവോളയൊക്കെ ആകാമായിരുന്നെന്ന് തോന്നി, പിന്നെ സാരമില്ല. പനിയുടേതായ കുറച്ച് ക്ഷീണവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് പതുക്കെയാണ് കേട്ടോ ഇന്ന് ചെയ്തത്. പിന്നെ പിള്ളേർക്കും പോകണ്ടല്ലോ, അവരും ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. 2 പേരും ചായയും പാലും ഒക്കെ കുടിച്ചിട്ടിരിക്കുന്നു. അതെടുത്ത് പറയാൻ കാരണം, ഒരാൾ ചായയും ഒരാൾ പാലുമാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ നമുക്കൊരു മീൻ കറി വെക്കണം. അപ്പം കഷ്ണം മീനാണ്, അപ്പോൾ അത് എപ്പോഴും മുളകിലല്ല വെക്കുന്നത്, മുളക് ചാറില്ല. അപ്പോൾ ഇന്ന് ഒന്ന് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അതങ്ങനെ മീൻ കറിയൊക്കെ റെഡിയായി. അപ്പം നമ്മുടെ ഉച്ചക്കത്തേനുള്ള ഊണും എല്ലാം നമ്മൾ രാവിലെ തന്നെ, പിള്ളേരും എല്ലാവരും ഒക്കെ ജോലിക്ക് പോകുന്നവർ സ്കൂളിൽ പോകുന്നൊക്കെ ഉണ്ട്, നമ്മൾ കുക്കിംഗ് പരിപാടിയെല്ലാം രാവിലെ തന്നെ തീർക്കുമല്ലോ. അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ. തുണി വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനാണ് നമ്മളുടെ മുരിങ്ങയിലയിൽ കുമ്പളങ്ങ അത് പടർപ്പ് കയറിയിരിക്കുന്നുണ്ട്, അതിൻ്റെ ടെൻഡറിൽ ഇങ്ങനെ പിടിച്ച്. അപ്പം ഞാനതൊന്നിങ്ങനെ മുറിച്ച് കളഞ്ഞാണ്. പക്ഷേ അത് കട്ട് ചെയ്ത് വന്നപ്പം അതിൻ്റെ കൂമ്പ് എൻ്റെ കയ്യിലിരുന്നു. പിന്നെ സ്വയം സമാധാനിച്ചു, കട്ട് ചെയ്താലും അവിടെ നിന്ന് വേറെ ആകുമല്ലോ എന്നൊക്കെ സ്വയം സമാധാനിച്ച്. പിന്നെ ഇത് ഇങ്ങനെ പൂവാകുന്നുണ്ട്, നിറയെ പൂവ് ഇതുപോലെ കുത്തുന്നുണ്ട്. പക്ഷേ പൂവാകും, അത് കൊഴിഞ്ഞു പോകും, അങ്ങനെയാണ്, ഒന്നും കായങ്ങനെ പിടിക്കുന്നില്ല. പിന്നെ നമ്മളുടെ ഈ പയറില്ലേ, ഇതിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ, കുറച്ച് പയറൊക്കെ കിട്ടിയുള്ളൂ, അതിൻ്റെ ഇത് തീർന്നു. അപ്പം അമ്മ അടുത്ത പയർ കുറേ സെറ്റ് പാകിയിട്ടുണ്ട്. അപ്പം ഒരെണ്ണം ഇങ്ങനെ കയറി തുടങ്ങി. പിന്നെ ഇവിടെയുണ്ട് 2-3 ഇതിലിങ്ങനെ അമ്മ വെച്ചിട്ടുണ്ട്. അതും കൂടെയൊക്കെയൊന്ന് ആയിട്ട് വേണം ഇനി ആ വള്ളിയിലേക്ക് തന്നെ കയറ്റിവിടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.